ഹായ്, ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എൻ്റെ വക ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇതൊരു ഡ്രൈ ചില്ലി ചിക്കൻ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അതേ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ഒരു 3/4 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്. ചില്ലി ചിക്കൻ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ടത് ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ സവാള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത്, ഒരു ചെറിയ capsicum സ്ക്വയർ പീസസ്, 5-6 പച്ചമുളക് കട്ട് ചെയ്തത്, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്. ഇത്രയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി റെഡിയാക്കാം. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. കൂടുതൽ ഉപ്പിപ്പോൾ ചേർക്കുന്നില്ല, കാരണം നമ്മൾ സോയാ സോസ് കൂടി ചേർത്ത് വരുമ്പോൾ ഉപ്പ് കൂടിപ്പോവും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടിയാണ്. പിരിയൻ മുളക് പൊടി ചേർത്താൽ അല്പം കൂടി റെഡ് കളർ കിട്ടും. അതാണെങ്കിൽ കൂടുതൽ ചേർക്കേണ്ടി വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്, 3 ടീസ്പൂൺ. സോസസ് എല്ലാം നമുക്ക് കുക്കിംഗ് ടൈമിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ചേർത്ത പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി നമുക്ക് ഈ ചിക്കനിലേക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അതല്ല, നാളെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഫ്രീസറിൽ വെക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. ഇപ്പം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. ഇത് റൈസ് ബ്രാൻ ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതുപോലുള്ള മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. ഏതായാലും വെളിച്ചെണ്ണ വേണ്ട. ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ചൈനീസ് കുക്കിംഗ് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുക. ഈ സവാള ഒന്ന് സോട്ടായതിന് ശേഷം ക്യാപ്സിക്കം ഇടാം. വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി മതിയാവും, ചെറുതാണെങ്കിൽ ഒരെണ്ണം മുഴുവനായിട്ടും ഉപയോഗിക്കാം. ഇനി നമ്മുടെ ചില്ലി ചിക്കൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗ്രീൻ ചില്ലീസ്, പച്ചമുളക്, അതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റോളം നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്കാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർക്കുക. ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനും ക്യാപ്സിക്കവും സവാളയും പച്ചമുളകും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. ചൈനീസ് കുക്കിംഗ് നമ്മുടെ കുക്കിങ്ങിനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. ഞാൻ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. എക്സ്ട്രാ വെള്ളവും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി അതല്ല നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്പം വെള്ളം ചേർക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ ഫുള്ളി കുക്ക്ഡ് ആയിട്ടില്ല. ഒന്നുകൂടി ഇളക്കിയിടാം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഡ്രൈ റെസിപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൂടി വെക്കുകയാണ്. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സോസസ് ആഡ് ചെയ്യാം. 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, 2 ടീസ്പൂൺ സോയ സോസ്. ഇത്രയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് ഡാർക്ക് സോയയാണ്. ലൈറ്റ് സോയയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ടീസ്പൂൺ എക്സ്ട്രാ ചേർക്കാം. സോയ സോസ് ചേർക്കുമ്പോൾ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഉപ്പ് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ. ഉപ്പ് കൂടിപ്പോയാൽ ഈ കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് പോവുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര. ഇതിൻ്റെ ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത്. പഞ്ചസാര ചേർത്ത ശേഷം നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി ചിക്കൻ റെഡിയായി. ഇത് ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രൈഡ് റൈസിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.